കൂട്ടുകാരെ വണ്ടിപ്പിടുന്ന കേരള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയത്തിലെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പഠിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ പഠിക്കണ കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ കൂട്ടുകാരെ, അപ്പം നമ്മൾ ടോർച്ച് വെച്ച് ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ടോർച്ച് വെച്ച് നമ്മളൊരു ബീക്കറിലെ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വാട്ടർ സർഫസിലേക്ക് നമ്മൾ ചെരിച്ച് ടോർച്ച് അടിക്കുമ്പം ആ ലൈറ്റ് പോണ റേ ഉണ്ടല്ലോ, ലൈറ്റ് പോണ റേക്ക് പറയുന്ന പേരാണ് ഇൻസിഡൻറ്റ് റേ. എയറിൽ നിന്ന്, അതായത് ഒരു മീഡിയത്തിൽ നിന്ന് നമ്മൾ മറ്റൊരു മീഡിയത്തിലേക്ക് അടിക്കുകയാണ്. അതായത് എയറിൽ നിന്ന് വാട്ടറിലേക്ക് അടിക്കുമ്പം ആ ഒരു ടോർച്ച് ചെരിച്ച് പോകുമ്പം അതിന് പോണ ലൈറ്റിൻ്റെ ആ റേക്ക് പറയുന്ന പേരാണ് ഇൻസിഡൻറ്റ് റേ. ആ ഇൻസിഡൻറ്റ് റേ നമ്മളിപ്പോൾ വാട്ടർ എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് വരുമ്പോൾ തന്നെ അതിനൊരു ചെറിയൊരു ചെരിവ് വരും. ഇങ്ങനെ പോയോണ്ടിരിക്കുന്ന സാധനം ഇവിടെ എത്തുമ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെരിഞ്ഞിട്ടാവും പോവുക. ആ ചെരിഞ്ഞ് പോണ റേക്ക് പറയുന്ന പേരാണ് റിഫ്രാക്റ്റഡ് റേ. ഈ റിഫ്രാക്റ്റഡ് റേക്കും ഈ ഇൻസിഡൻറ്റ് റേക്കും നടുവിലൂടെ നമ്മളൊരു ഇമാജിൻ ചെയ്തൊരു കട്ടിങ് വരുത്തുന്നുണ്ട്. ആ കട്ടിങ് വരുത്തുന്ന ഒരു ലൈനിൻ്റെ പേരാണ് നോർമൽ. ഞാൻ അതിൻ്റെ പിക്ചർ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഈ ടോർച്ചിൽ നിന്ന് ഈ വാട്ടർ എന്ന് പറഞ്ഞ സർഫസിലേക്ക് ഒരു ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പം ഈ വരണ റേൻ്റെ പേര് ഇൻസിഡൻറ്റ് റേ എന്നും ഇവിടെ കാണുന്ന ഈ ഒരു ചെരിവ് സംഭവിച്ചു വരുന്ന റേൻ്റെ പേര് റിഫ്രാക്റ്റഡ് റേ എന്നുമാണ്. പിന്നെ ഇതിന് നടുവിലൂടെ നമ്മൾ ഇമാജിൻ ചെയ്തൊരു ലൈന് വരച്ച അതിൻ്റെ പേര് നോർമൽ എന്നും. പിന്നെ ഇത് എയർ എന്ന് പറഞ്ഞ മീഡിയം, വാട്ടർ എന്ന് പറഞ്ഞ മീഡിയമാണ്. ഇതൊരു ബീക്കറിലാണ് നമ്മളിപ്പോൾ വാട്ടർ ഇട്ടത്. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ആംഗിളിൻ്റെ പേര് R, ഈ കാണുന്ന ഒരു ആംഗിളിൻ്റെ പേര് I. അപ്പോൾ ആംഗിൾ I ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് റേ അല്ല കേട്ടോ, ഇൻസിഡൻസ്. ആംഗിൾ R എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതൊന്നുകൂടി പറഞ്ഞു നോക്കാം. ടോർച്ചിൽ നിന്ന് വാട്ടർ എന്ന് പറഞ്ഞ മീഡിയത്തിലേക്ക് നമ്മൾ ലൈറ്റ് അടിക്കുന്നു. ചെരിഞ്ഞാണ് വേണം നമ്മൾ ലൈറ്റ് അടിക്കാൻ. അതിന് പറയുന്ന പേരാണ് ഇൻസിഡൻറ്റ് റേ. എയർ എന്ന് പറഞ്ഞ മീഡിയത്തിൽ നിന്ന് വാട്ടർ എന്ന് പറഞ്ഞ മീഡിയത്തിലേക്കാണ് നമ്മൾ അടിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് റിഫ്രാക്റ്റഡ് റേ. ഇൻസിഡൻറ്റ് റേൻ്റെ സിമ്പിൾ Iയും റിഫ്രാക്റ്റഡ് റേൻ്റെ R ആണ്. ഈ നമ്മൾ ഇമാജിൻ ഡോട്ട് ലൈൻ എന്നാണ് പറയുന്നത് നോർമൽ എന്നുമാണ്. പിന്നുള്ളത് ഡെൻസിറ്റി എന്താണെന്നാണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ. ഇത് നിങ്ങൾക്ക് പഠിച്ചില്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് നമ്മളൊരു ബോക്സിലോ എന്തെങ്കിലും ആക്കി ഇപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പഠിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണെന്നാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. എബിലിറ്റി ഓഫ് ഒരു മീഡിയത്തിൻ്റെ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലൂടെ ഉള്ളൊരു മീഡിയത്തിൻ്റെ ആണ്. അത് നമുക്ക് ഇതായിട്ട് കാണിച്ചു തരാം. എയറിലെ സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയെന്ന് വെച്ചാൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. വാട്ടറിലെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 2.25 × 10⁸ മീറ്റർ/സെക്കൻഡും ഗ്ലാസ്സിൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 2 × 10⁸ മീറ്റർ/സെക്കൻഡും ആണ്. പിന്നെ ഇതിൽ വരുന്ന കണ്ടീഷൻ ഉണ്ട്. റിഫ്രാക്ഷനിൽ വരുന്ന കണ്ടീഷൻസ് ആണ് പറയാൻ പോകുന്നത്. അത് 2 പോയിന്റ് ആണുള്ളത്. ലൈറ്റ് റേ ഷുഡ് ഫോർ ഒബ്ലിക്കലി ലൈറ്റ് റേ ഒബ്ലിക്കലി ആയിട്ട്, അതായത് ചെരിവൊക്കെ ഒബ്ലിക്കലി ആയിട്ട് വേണം ഇത് പോവാൻ. പിന്നെ ദ 2 മീഡിയം മസ്റ്റ് ഹാവ് ഡിഫറൻസ് ഇൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇതിലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ 2 മീഡിയത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസം ഉണ്ടാവണം. പിന്നെ ഡയമണ്ടിലുള്ള നമ്മളെ സ്പീഡ് ഓഫ് ലൈറ്റ് ഡയമണ്ടിൽ 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇത് ഇവിടെ തന്നെ ഉള്ളതാണ് കൂട്ടുകാരെ, പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് എഴുതിയെന്നുള്ളൂ കേട്ടോ. ഡയമണ്ടിലെ നമ്മളെ 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് നമ്മുടെ ഡയമണ്ടിലെ സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പം ഈ ഒരു ഭാഗം ഇതിലെ സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിലെ കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കാം. പിന്നെ നമ്മുടെ എക്സാമിനൊക്കെ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പറയാൻ പോകുന്നത്. വാട്ട് ഈസ് റിഫ്രാക്ഷൻ എന്നും വരാൻ സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ റിഫ്രാക്ഷൻ എന്നുള്ള ചോദ്യം വരാൻ
സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഉള്ളത് റിഫ്രാക്ഷൻ എന്താണെന്നുള്ളതുണ്ട്. ഇതിപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ച സ്പീഡ് ഓഫ് ലൈറ്റിന് ഞാനൊന്ന് റെഡിയാക്കി എഴുതിയതാണ്. മനസ്സിലാവാത്തവർക്ക് ഇത് നോക്കി നമ്മളെ നോട്ടിക്ക് എഴുതിയെടുക്കാം. എയറിൻ്റെത് 3 × 10⁸ m/s ആണ്. ഇത് മീഡിയം, ഇത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. വാട്ടറിൻ്റെത് 2.25 × 10⁸ m/s. ഗ്ലാസിൻ്റെത് 2 × 10⁸ m/s ആണ് വരിക. ഡയമണ്ടിൻ്റെത് 1.25 × 10⁸ m/s. ഏതൊക്കെ നമ്മളെ ഇമ്പോർട്ടൻ്റ് 2 ചോദ്യങ്ങൾ 2 മാർക്കിന് ചോദിക്കാനോ അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള 2 മാർക്കിനാവും സാധ്യത ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. വാട്ട് ഈസ് റിഫ്രാക്ഷൻ എന്നും വാട്ട് ഈസ് കണ്ടീഷൻ ഫോർ റിഫ്രാക്ഷൻ എന്നാണ്. പഠിച്ചു വെച്ചോളൂ. ഇനി അടുത്ത് നമ്മൾ റിഫ്രാക്ഷൻ എന്താണെന്നുള്ളതാണ്. റിഫ്രാക്ഷൻ വെൻ എ റേ ഓഫ് ലൈറ്റ് enters obliquely from one medium to another medium of a different optical density, it undergoes division in the surface. ഞാനിത് കുറച്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഞാൻ അടുത്ത പേജും കൂടി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് റിഫ്രാക്ഷൻ എത്രയല്ല ഉള്ളത്, കുറച്ചും കൂടി ഉണ്ട്. ഞാൻ ഇപ്പം കാണിച്ചു തരാം. അതിന് മുന്നേ പിന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസിങ് ഓർഡർ ആണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഡയമണ്ടിനാണ്, പിന്നെ ഗ്ലാസ്സിന്, പിന്നെ വാട്ടറിന്, പിന്നെ എയറിന്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവുള്ള മീഡിയം ഏതാ? എയർ. ഏറ്റവും കൂടുതലുള്ളതോ ഡയമണ്ടിനാണ്. പിന്നെ അതേപോലെ സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കൂടുതലുള്ളത് നമ്മളെ എയറിനും, സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കുറവുള്ളത് ഡയമണ്ടിനാണ്. ഇതിൻ്റെ സിമ്പിൾസ് ആണ് കേട്ടോ. ഇത് ഒപ്റ്റിക്കൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കുറവ് ഡയമണ്ടിൻ്റെയും ഏറ്റവും കൂടുതൽ എയറിൻ്റെയാണ്. ഇത് 2 ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോളൂ. പിന്നെ ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ലോവർ ഇൻ എ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. സ്പീഡ് ഓഫ് ലൈറ്റ് കുറവുള്ള മീഡിയത്തിൽ ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആവും. നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവുള്ള മീഡിയം, ഇപ്പോൾ ഇതിലേതാ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവ്? ഡയമണ്ടിൽ എന്താവും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാവുന്നത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഡയമണ്ടിനാണ്, സ്പീഡ് ഓഫ് ലൈറ്റ് കുറവ് ഇതിലുമാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളതിനെ ഡെൻസർ മീഡിയം എന്ന് വിളിക്കും. ഇത് നോക്കി വെച്ചോളൂ. ഡെൻസർ മീഡിയം എന്നാവും ടീച്ചർമാരായാലും നമ്മൾ ഇതിൽ ക്ലാസ്സിലൊക്കെ പറയാൻ സാധ്യത ഉള്ളത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളതിനെ ഡെൻസർ മീഡിയം എന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ളതിനെ റെയറർ മീഡിയം എന്നാണ് പറയുക. എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളതിന് ഡെൻസർ മീഡിയം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ളതിന് റെയറർ മീഡിയം എന്നാണ്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11 ഈ കാണുന്ന ഈ ഒരു യെല്ലോ കളേർഡ് ബോക്സിലാണ് റിഫ്രാക്ഷൻ എന്താണെന്നുള്ളത്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വെൻ എ റേ ഓഫ് ലൈറ്റ് enters obliquely from one medium to another different optical densities, it undergoes a deviation at the surface of separation of the mediums. This phenomenon is refraction. ഈ ഒരു ഇതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ വെൻ എ റേ is of light enters obliquely from one medium to another different optical densities. ഒരു when a ray of light obliquely ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലേക്ക് കയറുമ്പോൾ അത് അണ്ടർഗോസ് ഡീവിയേഷൻ, അതിന് ചെറിയൊരു ഡീവിയേഷൻ വരും. അറ്റ് ദ സർഫസ് സെപ്പറേഷൻ ദ മീഡിയംസ്, ഈ 2 മീഡിയസിൻ്റെയും സെപ്പറേറ്റ് ചെയ്യണ സർഫസിൽ ചെറിയൊരു ഡീവിയേഷൻ വരും. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് റിഫ്രാക്ഷൻ. ഇതിന് പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ. ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചതാ, ഒരു ഗ്ലാസ് എയറിൻ്റെ ഒരു മീഡിയത്തിൽ നിന്ന് വാട്ടർ എന്ന് പറഞ്ഞ മീഡിയത്തിലേക്ക് വരുമ്പോൾ ചെറിയ ഡീവിയേഷൻ സംഭവിച്ച പോലെ നമുക്ക് തോന്നുന്നില്ലേ? ഇതിൻ്റെ പേരാണ് റിഫ്രാക്ഷൻ. പിന്നെ കൂട്ടുകാരെ, ഇതൊരു പോയിന്റ് എന്ന് പറയുന്നത് ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ഹയ്യർ. എൻ്റെ എഴുത്ത് മനസ്സിലാവണമെങ്കിൽ ക്ഷമിക്കണം, ഞാൻ റെഡിയാക്കി എഴുതി കാണിച്ചു തരുന്നുണ്ട്. ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ഹയ്യർ ഇൻ എ മീഡിയം ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി.
എന്ന് വെച്ചാൽ ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ഹയർ ഇൻ എ മീഡിയം. ഒരു മീഡിയത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലാണെങ്കിൽ ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഇതിനെ വിളിക്കാന്ന് വെച്ചാൽ ഒപ്റ്റിക്കലി റെയറർ മീഡിയം. ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ഹയർ ഇൻ എ മീഡിയം ഓഫ് ദ ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇതിനെ പറയുന്ന പേരാണ് ഒപ്റ്റിക്കലി റെയറർ മീഡിയം. പിന്നെ അടിയിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റാർട്ട് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നോ റിലേഷൻ വിത്ത് മെറ്റീരിയൽ ഡെൻസിറ്റി. ഇത് നിങ്ങൾ നോക്കി വെച്ചോളൂ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മെറ്റീരിയൽ ഡെൻസിറ്റിയുമായിട്ട് ഒരു ബന്ധവുമില്ല കേട്ടോ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നോ റിലേഷൻ വിത്ത് മെറ്റീരിയൽ ഡെൻസിറ്റി. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മെറ്റീരിയൽ ഡെൻസിറ്റിയുമായിട്ട് നോ റിലേഷൻ, ഒരു ബന്ധവുമില്ല. പിന്നെ അടുത്ത പറയുന്നത് അടുത്ത പോയിന്റ് പറഞ്ഞത് ഇതാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി റെയറർ ആയിട്ടുള്ളതാണ് ഈ ഇത് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ കാണിച്ച ഒരു പിക്ചറില്ലേ, എയർന്ന് വാട്ടറിലേക്ക് പോകുന്ന പിക്ചറാണിത്. ഇതിന് റൈറ്ററെ ബെൻഡ് ടുവാർഡ്സ് ദ നോർമൽ. റൈറ്ററെ നോർമലിലേക്ക് ബെൻഡ് ആവുക ചെയ്യണം. അതായത് നോർമലിലേക്ക് ഇത് അടക്കുകയാണല്ലോ ചെയ്യണം, വിട്ടുപോവല്ല, അടുത്തടുത്ത് വരികയാണ് ചെയ്യണത്. റെയറർ ടു ഡെൻസർ, റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പം ടുവാർഡ്സ് ദ നോർമൽ, ഈ നോർമലിലേക്ക് ഈ റേ അടുത്ത് വരിക. ഇത് ബെൻഡ് ആകുമ്പോൾ അവിടേക്ക് അടുത്ത് വരിക. പിന്നെ അടുത്ത് പറയുന്നത് ഇത് വാട്ടറിന്ന് എയറിലേക്കാണ്. അപ്പോൾ എന്ന് പറയുമ്പം ഡെൻസർ ടു റെയറർ, ഡെൻസറിന്ന് റെയറിലേക്ക് വരണം. ലൈറ്റ് റേ എവേ ഫ്രം ദ നോർമൽ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡെൻസറാണ് ഇതിൽ. അപ്പോൾ ലൈറ്റ് റേ നമ്മളിവിടെ വാട്ടറിന് എയറിലേക്ക് ടോർച്ചടിച്ച് ചിരിച്ചിട്ട്, അപ്പോൾ ഇത് നോർമൽ കണ്ടോ, വിട്ട് പോണേ. ഇവിടെ കണ്ടപ്പം അടുത്ത് വരണേ, ഇവിടെ എത്തുമ്പോൾ വിട്ട് പോവുക ചെയ്യണത്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിൽ വരയ്ക്കാം. ഇതിലെന്ന് പറയുന്നത് എഴുതാനുള്ളതെങ്കിൽ ലൈറ്റ് റേ ബെൻഡ് ടുവാർഡ്സ് ദ നോർമൽ, ഇത് നോർമലിലേക്ക് അടുത്ത് വരുന്നു. ഇതിൽ ലൈറ്റ് റേ എവേ ഫ്രം ദ നോർമൽ, ഡെൻസർ ടു റെയറർ ടു ഡെൻസർ ആണിത്. പിന്നെ നമുക്കിനി പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇത് തെറ്റാണ്, വിട്ടിട്ടാണ് ഇൻഡെക്സ് എന്ന് വായിക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇത് സീക്വൽ ടു എൻ എന്ന് നമ്മൾ പറയും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ സിമ്പിൾ എൻ ആണ്. ആറൈന്ന് ചിലപ്പോൾ എഴുതി വെക്കും കേട്ടോ, എവിടെയെങ്കിലും ആറൈന്ന് കണ്ടാലും ഇതാണെന്ന് കൂട്ടിക്കൊണ്ടു. ഇനി വേറെ വല്ലതുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ എന്നും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എൻ ഈസ് ഈക്വൽ ടു എൻ ഈക്വൽ ടു C/V. എൻ ഈസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇനി സി എന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്കം, അതായത് എയർലൈൻ പൊതുവായിട്ടുള്ളതാണ് ഇത് സ്പീഡ് ഓഫ് ലൈറ്റ് സി എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്പീഡ് ഓഫ് ലൈറ്റ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം, അതായത് ഒരു മീഡിയത്തിലുള്ള, അതായത് ഇപ്പോൾ മീഡിയം എന്ന് പറയുമ്പോൾ വാട്ടർ, അതിലൊക്കെ ഒരു വേറെ മീഡിയം കാണിക്കുമോ. ഇപ്പം നമ്മളെ ഡയമണ്ടിലായാലും എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്, അങ്ങനത്തെ മീഡിയത്തിലുള്ളത് അതാണ് വി. സ്പീഡ് ഓഫ് ലൈറ്റ് മീഡിയം ഈസ് V is equal to speed of light in a medium. N is equal to refractive index. Speed of light in vacuum is equal to C. C is equal to speed of light in vacuum. അപ്പോൾ നമുക്ക് ഇത് നോക്കിയാലോ, ഒരു പോയിന്റ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് എ റേഷ്യോ ഓഫ് a speed of light in vacuum. Refractive index of a medium is a ratio of a speed of light in vacuum to the speed of light in medium. അപ്പോൾ C is equal to speed of light in vacuum. C എന്ന് പറയുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. അപ്പോൾ C is equal to എന്താണ്? 3 × 10⁸ m/s ആണ് C is equal to. C is equal to 3 × 10⁸ m/s ആണ്. പിന്നെ അതേപോലെ തന്നെ V വെലോസിറ്റി
വി ഈസ് ഈക്വൽ ടു വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. വെലോസിറ്റി പറയുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഒരു മീഡിയത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റിന് പറയുന്ന പേരാണ് വി. വി ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ഇപ്പോൾ ദാ എയറിന് ഇപ്പോൾ അതാ എയറിനുള്ള എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു നമ്മളിപ്പോൾ ഇതാ വേക്കം എയറിൻ്റെ ആണ് ഇപ്പോൾ ചെയ്യണം കേട്ടോ. എയറിൻ്റെ ഇതാണ് നമ്മളിപ്പോൾ കാണാൻ പോണത്. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ പോണത്. അതായത് എൻ ഈസ് ഈക്വൽ ടു അത് എയറിൻ്റെ കാണാൻ പോണേ. അപ്പോൾ എയറിൻ്റെ ആകുമ്പം എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി. അതായത് ആ എൻ ഈസ് ഈക്വൽ ടു വേക്കത്തിൻ്റെ ഏതാ വേക്കം എന്ന് പറയുമ്പോൾ എയർ തന്നെയാണ് വരിക. അപ്പോൾ വേക്കത്തിൻ്റെ ഇതാ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് വേക്കത്തിൻ്റെത്. എയറിൻ്റെത് ഏതാ അതേ സാധനം തന്നെ വരിക. അപ്പോൾ ഇതും വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി. അപ്പോൾ എത്ര ആൻസർ വരിക? 1. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 നോട്ട് ചെയ്ത് വെച്ചോളൂ. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചോദിച്ചാൽ 1. ഇതാ ചെയ്യേണ്ട മെത്തേഡ് പറഞ്ഞുതരാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി. സി ബൈ വി ഈസ് ഈക്വൽ ടു 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ബൈ 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇതൊന്നും വെട്ടിപ്പോയി ഹരിക്കാൻ ഇറങ്ങിയതാ മീറ്റർ/സെക്കൻഡ് വെട്ടിപ്പോയി. ഇത് നോക്കണ്ട, ഇത് എല്ലാത്തിലും സെയിമാ വരിക. ഈ 10⁸ അപ്പുറത്തേക്ക് വരണൊക്കെ തന്നെയാ. പിന്നെ 3 1 ഇൻറ്റു 1 അല്ലേ 3 1 3 അല്ലേ 1 ഇൻറ്റു 3 അല്ലേ 3. അപ്പോൾ ദാ 1 തവണ ആൻസർ. ഇപ്പോൾ ദാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല. RIക്ക് യൂണിറ്റ് ഇല്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല. സി ഈക്വൽ ടു സി ഇവിടെ കണ്ടില്ലേ BC. അതിൽ ഈ സി ഇല്ലേ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അതെന്ന് പറയുന്നത് ഇതാണ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് ഈ സി. അത് നോട്ട് ചെയ്ത് വെച്ചോളി, മറന്നു വേണ്ട. പിന്നെ മീഡിയം എയർ വാട്ടറിൻ്റെ കാണിച്ചുതരാം. എയറിൻ്റെ ഇതാ 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. നമ്മളവിടെ നേരത്തെ ചെയ്ത അതേ കണക്ക് 1. വാട്ടറിൻ്റെത് 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ എന്താ? n ഈക്വൽ ടു സി ബൈ വി. n ഈക്വൽ ടു സി ബൈ വി ആണ് നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇക്വേഷൻ ചെയ്യാൻ പോവാണ്. ഇതല്ല കേട്ടോ ഇക്വേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ 3 × 10⁸ മീറ്റർ/സെക്കൻഡും ഇതും തമ്മിൽ ഹരിച്ചിട്ട് കിട്ടുന്ന ആൻസർ എത്രയാ? 1.33. അതാണ് നമ്മളെ ആൻസർ വരിക കേട്ടോ. ആൻസർ ഇത്രേ വരുള്ളൂ, 1.33 ആണ് വരിക. പിന്നെ വരെ ഗ്ലാസിൻ്റെ ആൻസർ ഗ്ലാസിൻ്റെ എന്ന് പറയുന്നത് 2 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് ഗ്ലാസിൻ്റെ എന്തെന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ്. ഗ്ലാസിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മളെ ഇതേ ഇക്വേഷൻ ചെയ്തു. നമ്മൾ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ബൈ ഇതും ചെയ്തു. അപ്പോൾ ആൻസർ എത്ര കിട്ടുക? ഗ്ലാസിൻ്റെ എത്ര കിട്ടും നോക്കി. ഗ്ലാസിൻ്റെ 1.5 ഗ്ലാസിൻ്റെ 1.5 ആണ് ഗ്ലാസിൻ്റെ വരിക. മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഗ്ലാസിൻ്റെത് 1.5 ആണ്. അത് മാർക്ക് ചെയ്ത് വെച്ചോളൂ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഡയമണ്ട്. ലാസ്റ്റ് ഡയമണ്ടിൻ്റെ 1.25 × 10⁸. എത്രയാണ് ഡയമണ്ടിൻ്റെ ഇത് വരിക എന്ന് പറയുന്നത്? 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ഉണ്ട്. എഴുതാൻ മറന്നുപോയി. മീറ്റർ/സെക്കൻഡ് ഉണ്ട്, ഞാൻ എഴുതിക്കൊണ്ട് അതല്ല. അപ്പം നമ്മളിത് ചെയ്ത് നമ്മളെ ഇക്വേഷൻ ഏത് ഇക്വേഷൻ? n ഈസ് ഈക്വൽ ടു സി ബൈ വി എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ ചെയ്തപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയെന്ന് നോക്കുക. ആൻസർ ഇതാ ഇവിടെ ഈക്വൽ ടു 2.4 ആണ് നമ്മളെ ആൻസർ വരിക. നമുക്ക് നേരത്തെ ഫസ്റ്റത്തെ കാണിച്ച ഇക്വേഷൻ തന്നെ കേട്ടോ. n ഈസ് ഈക്വൽ ടു സി ബൈ വി എന്ന് പറയുന്നത് n ഏതാണ്? നമ്മളെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കേട്ടോ. നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഇതിനെ കാണേണ്ടത്. അപ്പോൾ നമ്മളെന്താ സി എന്ന് വെച്ചാൽ എന്താ നമ്മളെ കോമൺ ആണ് കേട്ടോ. സി ഇതാണ് കോമൺ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് സീൻ്റെ വരിക. ഏത് നമ്മളെ വേക്കത്തിലുള്ളതിനെയാണ് സി എന്ന് പറയുക. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്കാണ് നമ്മളെ സി. വി എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഇതുണ്ടാവും. ഗ്ലാസിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് വി, വെലോസിറ്റി. അപ്പോൾ നമ്മൾ അത് ഇവിടെ ഉണ്ട്, അത് ഇവിടെ കൊടുത്തണേ. ഇത് രണ്ടും ഹരിക്കുക. മീറ്റർ/സെക്കൻഡ് വെട്ടിപ്പോയി. 10 × 8 10⁸ പോയി. പിന്നെ 3 × 2 ആളുടെ
അത് തമ്മിൽ ഹരിക്കുക സാധനങ്ങളെ. ഇത് ഫസ്റ്റത്തെ കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ അപ്പുറത്തേക്ക് നോക്കണ്ട. ഇത് നമ്മളൊക്കെ ഹരിച്ചിട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ആൻസർ ഇത് അവിടെ 2.4 ആണ് ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരിക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫിസിക്സിൻ്റെ പാർട്ട് 1 വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ തന്നെ നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഇറക്കും. നാളെ തന്നെ മാക്സിമം നമ്മൾ ഈ ചാപ്റ്റർ തീർക്കാൻ നോക്കും. പിന്നെ നമ്മുടെ ചാനലിൽ ഇനി ഈ ടൈപ്പ് വീഡിയോസൊക്കെ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതായത് ഇപ്പം ഓണം എക്സാം സ്പെഷ്യൽ വീഡിയോ അങ്ങനത്തെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്നത് അമർത്തുകയും വേണം. ബൈ.